കൊടുങ്ങല്ലൂരിലെ ഡിവൈഎഫ്ഐ നേതാവായിരുന്ന KU ബിജുവിനെ കൊന്ന കേസിലെ പ്രതികളായ 14 RSS BJP പ്രവർത്തകരെയും വെറുതെ വിട്ടു. CPIM കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായിരുന്ന KU ബിജുവിനെ 2008 ജൂൺ 30-നാണ് ആക്രമിച്ചത്. ചികിത്സയിലിരിക്കെ ജൂലൈ 2-ന് മരിച്ചു. അപ്പീൽ നൽകുമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പാരിപ്പള്ളി രവീന്ദ്രൻ പറഞ്ഞു. പ്രോസിക്യൂഷൻ ഈ കേസിൽ യാതൊരു പാളിച്ചയും പറ്റിയിട്ടില്ല. പ്രോസിക്യൂഷൻ്റെ ചാർജ് സംശയാതീതമായി പ്രോസിക്യൂഷൻ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് രാഷ്ട്രീയ കൊലപാതക കേസെന്നുള്ള നിലയിൽ അതിൻ്റെ തെളിവ് നിയമം അനുസരിച്ച് ശരിയായ നിലയിൽ തെളിവ് വിലയിരുത്താൻ കോടതിക്ക് കഴിഞ്ഞിട്ടില്ല. വിവരങ്ങളുമായ സൂരജ് സജി ചേരുന്നു. സൂരജ്, പ്രോസിക്യൂഷന് വീഴ്ചയില്ലെന്ന് പറയുന്നു. തെളിവുകളുടെ അഭാവമാണോ പ്രതികളെ വെറുതെ വിടാൻ കാരണം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സുഹൈലി, തെളിവുകളുടെ അഭാവവും അതുപോലെ തന്നെ നിരവധി ഘടകങ്ങളും കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും ഈ മൊഴി രേഖപ്പെടുത്താനായിരുന്നില്ല. അത് എല്ലാം തന്നെ ഈ പ്രതികളെ തിരിച്ചറിഞ്ഞില്ല എന്ന് ഉൾപ്പെടെ കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. കാരണം ഈ സമയത്ത് ബിജു ഈ ബോധമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോടതി ഉത്തരവിൽ ചില പിഴവുകളുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മേൽക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് ഈ പ്രോസിക്യൂഷൻ ഉൾപ്പെടെ തീരുമാനിച്ചിട്ടുള്ളത്. 2008-ലാണ് ഈ ഏറെ വിവാദമായി സംഭവം ഉണ്ടാകുന്നത്. 2008 ജൂണിനാണ് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ CPIM കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന ബിജുവിനെ ഈ RSS പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആക്രമിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 14 BJP പ്രവർത്തകർ അറസ്റ്റിലായിരുന്നു. അതിൽ BJPയുടെ ജില്ലാ നേതാക്കൾ ഉണ്ടായിരുന്നു. അത്തരത്തിലേറെ വിവാദമായ കേസിലാണ് ഇപ്പോൾ എന്തായാലും ഈ വിധി വന്നിരിക്കുന്നത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു. അതേസമയം BJP നേതാക്കളായിട്ടുള്ള അതായത് ഈ അഭിഭാഷകർ, അവർ BJP നേതാക്കളായ അഭിഭാഷകരാണ് ഈ പ്രതികൾക്ക് വേണ്ടി ഹാജരായത്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് തങ്ങളുടെ നിരപരാധിത്വം, അതായത് തങ്ങളുടെ പ്രവർത്തകരുടെ നിരപരാധിത്വം തെളിഞ്ഞു. ഇത് ബോധപൂർവമായ കള്ളക്കേസായിരുന്നു. അന്നത്തെ BJP ജില്ലാ നേതൃത്വത്തെ ഈ കേസിൽ കൊടുക്കാൻ ബോധപൂർവമായ ശ്രമമുണ്ടായിരുന്നു. ആ ശ്രമം ഇപ്പോൾ വിഫലമായിരിക്കുന്നു. എന്തായാലും കോടതിയിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് പ്രതിഭാഗം ഈ ഘട്ടത്തിൽ പറയുന്നത്. സുഹൈൽ, ശരി. സൂരജ് സജിയാണ് വാർത്താ വിശദാംശങ്ങൾ നൽകിയത്. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പ്രോസിക്യൂഷൻ തന്നെ അറിയിച്ചിട്ടുണ്ട്.